ഹായ് ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റ് ആണ്. ആദ്യത്തെ വൈൽഡ് കാർഡായ ജിഷിൻ കയറിയിട്ടുണ്ട്. രണ്ടാമത്തെ ആളെ സ്വാഗതം ചെയ്യാൻ റെനയോടാണ് ബിഗ് ബോസ് പറഞ്ഞേക്കുന്നത്. റെന പോയി വെയിറ്റ് ചെയ്ത് നിൽക്കും. മസ്താനിയാണ് രണ്ടാമത് വരുന്നത്. മസ്താനിയും റെനയും തമ്മിൽ നല്ല പരിചയമുള്ളതാണ്. അങ്ങനെ റെന മസ്താനിയെ കൂട്ടിപ്പോയി വീട്ടിലകത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് സ്റ്റോർ റൂമിൽ പോയി ഗിഫ്റ്റും എടുത്ത് കൊടുക്കും. അടുത്ത ആൾ വരുന്നതിന് മുമ്പ് ബിഗ് ബോസ് പറയുന്നത് ഈ വരുന്ന ആൾക്ക് നിങ്ങളെ ആരും അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ ആരാന്ന് വെച്ചാൽ സ്വീകരിച്ചോളാനാണ്. നെവീനും ഒനിയിലും ഞാൻ പോകാമെന്ന് പറയുന്നുണ്ട്. അന്നേരം പലരും പറയും അനീഷേട്ടൻ പോട്ടേന്ന്. അങ്ങനെ അനീഷാണ് പോയി നിൽക്കുന്നത്. വരുന്നയാൾ പ്രവീൺ എന്ന് പേരുള്ള ഒരാളാണ്. അനീഷ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് പോയി വീടും കാര്യങ്ങളും എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം അനീഷ് പുറത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. പ്രവീൺ പറയുന്നുണ്ട് നമുക്ക് അകത്തേക്ക് പോകാമെന്ന്. അപ്പോൾ അനീഷ് പറയും ഇതിങ്ങനെ കാണിച്ചു കൊടുക്കണമെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷേ ഈ വന്നേക്കുന്ന പ്രവീണ് അനീഷിനെതിരെ കളിക്കാൻ വന്ന ആളാണ്. കാരണം ഇതെല്ലാം കഴിഞ്ഞ് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഓരോരുത്തരുടെ പേര് പറയാൻ. ഗ്രൂപ്പായിട്ട് കളിക്കുന്നത്, അല്ലെങ്കിൽ ഗ്രൂപ്പുകളിൽ കണ്ടിട്ടും അതിനെ എതിർത്ത് നിൽക്കാത്തത്, ഈ വീട്ടിൽ വെറുതെ നിൽക്കുന്നെന്ന് തോന്നുന്നത്, ഇതൊക്കെ ആരാന്നുള്ള പേര് ഈ വന്ന 5 പേരും പറയണമായിരുന്നു. ഒരാൾ പറഞ്ഞ പേര് മറ്റൊരാൾക്ക് പറയാനും പാടില്ല. പ്രവീൺ ഇവിടെ പറഞ്ഞത് ഈ വീട്ടിൽ വെറുതെ നിൽക്കുന്നത്, ഈ വീട്ടിൽ അയാൾ നിൽക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരവും ഇല്ല, അയാൾ വെറുതെയാണ് ഇവിടെ നിൽക്കുന്നത് എന്ന രീതിയിൽ പ്രവീൺ പറഞ്ഞത് അനീഷിനെയാണ്. അടുത്തയാളെ സ്വാഗതം ചെയ്യാൻ ബിഗ് ബോസ് ഏർപ്പാട് ചെയ്യുന്നത് ആര്യനെയാണ്. വരുന്നയാൾ സാബുമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ 5ാമത്തെ വൈൽഡ് കാർഡായ ആളെ സ്വീകരിക്കാൻ ബിഗ് ബോസ് ആരോടെങ്കിലും ചെല്ലാനാണ് പറയുന്നത്. കാരണം വരുന്നയാൾക്ക് നിങ്ങളെ അറിയില്ല എന്ന രീതിയിലാണ്. അങ്ങനെ പോകുന്നത് നെവിനാണ്. വരുന്ന ആൾ ലക്ഷ്മി എന്ന് പേരുള്ള ഒരാളാണ്. ലക്ഷ്മിയും അനീഷിനും ഒന്ന് ചൊറിയുന്നുണ്ട്. വേറൊന്നുമല്ല, ഇവർ വന്നവരെല്ലാം ആ സോഫയിൽ പല സ്ഥലത്താണ് ഇരിക്കുന്നത്. അന്നേരം ബിഗ് ബോസ് എല്ലാവരോടും കൂടി ഒരറ്റത്തിരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും കൂടി അനീഷൊക്കെ ഇരിക്കുന്നിടത്തോട്ടാണ് വന്നത്. എന്നാൽ അനീഷ് അറ്റം വിട്ടുകൊടുക്കില്ല. ബാക്കി എല്ലാവരും അങ്ങ് മാറിയിരുന്നു. എന്നിട്ട് അനീഷ് പറയുന്നുണ്ട് വരുന്നവരോട് നമ്മൾ മര്യാദ കാണിക്കണം, അവർ നടുക്കായിരിക്കേണ്ടതെന്നൊക്കെ. അന്നേരം ബിന്നി പറയും മര്യാദ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് അനീഷേട്ടൻ അവർ വന്നപ്പോൾ എണീറ്റില്ലല്ലോ എന്നൊക്കെ. ശരി, ആരൊക്കെ വന്നപ്പോൾ അനീഷ് എണീക്കുന്നൊന്നും കണ്ടിരുന്നില്ല കേട്ടോ. അപ്പോൾ അനീഷ് പറയുന്നത് വരുന്നവരൊക്കെ നടുക്കായിരിക്കേണ്ടതെന്ന്. അന്നേരം അവർ പറയും ഇല്ല, ബിഗ് ബോസ് പറഞ്ഞത് സൈഡിലിരിക്കണം എന്നാ. പക്ഷേ അനീഷ് അവിടെ നിന്ന് മാറത്തില്ല. പിന്നെ അനീഷിൻ്റെ അപ്പുറത്തേക്കായിട്ട് വന്നവരെല്ലാവരും കൂടി ഇരിക്കും. അത് കഴിഞ്ഞ് ഇവർക്കൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇതിൻ്റെ ഇടയിൽ ചെറിയ രീതിയിലുള്ള പല വഴക്കുകളും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. നെവിനെ ഒരു ടാസ്ക് ബിഗ് ബോസ് ഏൽപ്പിച്ചായിരുന്നു. അത് നെവിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം ഷാനവാസ് അവിടെ നിന്ന് ഓരോ കമൻറ്റ് പറയും, പിന്നെ നൂറ കമൻറ്റ് പറയും. അപ്പോൾ അതിനെതിരെ നെവിൻ സംസാരിക്കാൻ പോവും. അങ്ങനെ നൂറയും റെനയും തമ്മിൽ ഒരു ചെറിയ വഴക്കായി. അങ്ങനെ പല ബഹളങ്ങളും നടന്നുകൊണ്ടിരിക്കുക. അന്നേരം പലരും അങ്ങോട്ടും ഇങ്ങോട്ടും എഴുന്നേറ്റ് പോയി. ആ സമയം നെവിനെ അനീഷ് പോയി പിടിച്ചുകൊണ്ട് ഇങ്ങനെ വരും ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. ആ സമയം ലക്ഷ്മി വന്ന് അനീഷിൻ്റെ സ്ഥാനത്ത് അങ്ങിരുന്നു. അനീഷ് വന്നിട്ട് മാറാൻ പറഞ്ഞിട്ട് ലക്ഷ്മി മാറിയില്ല. അപ്പം ബിഗ് ബോസ് എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞിട്ട് അനീഷ് ഇരിക്കാതെ തന്നെ നിൽക്കുകയാണ്. അന്നേരം ബിഗ് ബോസ് അനീഷിനോടും പ്രത്യേകം ഇരിക്കാൻ പറയുന്നുണ്ട്. പക്ഷേ ലക്ഷ്മിയോട് മാറാൻ പറഞ്ഞിട്ട് മാറത്തുമില്ല. അപ്പോൾ എല്ലാവരും പൈതിയെ ചിരിക്കാനും കളിയാക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അനീഷ് അപ്പുറത്തെ സൈഡിൽ പോകുമ്പോൾ അനീഷിനെ ആറ്റത്തിരുത്തിയിട്ട് അഭിയൊക്കെ അങ്ങ് മാറിയിരുന്ന് കൊടുക്കുന്നുണ്ട്. അനീഷിന് അനീഷിൻ്റെതായ ഒരു സ്ഥാനമുണ്ട്, അവിടെ തന്നെ ഇരിക്കാനേ ഇഷ്ടം, മാറാൻ തീരെ താല്പര്യമില്ല. പക്ഷേ ഇതൊരു നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് അനീഷ് അപ്പുറത്ത് പോയിരുന്നത്. ചില സമയത്ത് അനീഷ് കാണിക്കുന്നത് പിടിവാശിയാണെന്ന് തോന്നും. ലക്ഷ്മി എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ചാണ് വന്നേക്കുന്നത്. അനീഷിനെതിരെ കളിക്കാനുള്ള ഒരു ചാൻസ് അവിടെ കാണുന്നുണ്ട്. ഇവിടെ അക്ബർ അപ്പാനി ടീമിൻ്റെ കാറ്റൊക്കെ കുറച്ച് പോയൊരു മട്ടിലാണ്. കാരണം ഇവർക്ക് കൊടുത്ത ടാസ്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഓരോരുത്തരുടെയും പേര് പറഞ്ഞപ്പം അക്ബറിനും അപ്പാനിക്കും ഒക്കെ എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട്. തങ്ങൾ പുറത്ത് വലിയ സ്റ്റാറാന്നൊക്കെ വിചാരിച്ചാണ് അവർ ഇരുന്നത്. അതിന് ചെറിയൊരു മങ്ങലേറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു. ബാക്കിയൊക്കെ വഴി അറിയാം.